സാർ, ബംഗ്ലാദേശിൽ വീണ്ടും കലാപത്തിന് സമാനമായ സംഭവങ്ങൾ, സംഘർഷങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത അതിൽ തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഒരാൾ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അവരുടെ ആരോപണം മുഴുവൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലേക്ക് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ ഇപ്പോഴും? അസംബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഷെറീഫ് ഒസ്മാൻ ഹാദി എന്ന് പറഞ്ഞ ഇന്ത്യ വിരുദ്ധനായ വിദ്യാർത്ഥി പ്രക്ഷോഭകൻ അല്ലേ? അതെ, 35 വയസ്സുണ്ട്. അപ്പോ ഇന്ത്യ വിരുദ്ധനായ ഒരാളാണ് കൊല്ലപ്പെട്ടത് 12-ാം തീയതി. അയാളെ അജ്ഞാതരായ 2 പേര് മുഖം മൂടിയൊക്കെ ധരിച്ചു വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് വെടിവെച്ച് കൊന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ ബൈക്കിൽ ഇങ്ങനെ വന്ന് വെടിവെച്ച് കൊല്ലുന്നത് പാകിസ്ഥാനില് അജ്ഞാതൻ എന്ന് പറയുന്ന ചെയ്യുന്നതായിട്ടാണ്. ആ അജ്ഞാതൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളാണെന്നൊക്കെ ഗാർഡിയനും ഒക്കെ വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെയും ഇത് ഇന്ത്യ ചെയ്തതാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിലും ബംഗ്ലാദേശിലെ പത്രങ്ങൾ തന്നെ ഇത് പൊളിച്ചിട്ടുണ്ട്. ഈ ഷെറീഫ് ഒസ്മാൻ ഹാദി എന്ന് പറഞ്ഞ ഇന്ത്യ വിരുദ്ധ വിദ്യാർത്ഥി നേതാവിനെ കൊന്നയാള് ഫൈസൽ കരീം എന്ന് പറഞ്ഞ ആളാണ്. ഫൈസൽ കരീം എന്ന് പറഞ്ഞ ആള് ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അയാളൊരു റിസോർട്ടില് ഈ കൊലയുടെ തലേന്ന് ഈ കാര്യം കാമുകിയോട് വെളിപ്പെടുത്തിയതായിട്ട്, കാമുകിക്ക് ഇയാളുടെ ചിത്രം, ഹദിയുടെ ചിത്രം കാണിച്ചു കൊടുത്തു. വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു, ബംഗ്ലാദേശിൽ കോളിളക്കം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ ഇയാൾ കാമുകിയോട് വീരവാദം മുഴക്കിയതായിട്ട് പത്രങ്ങളിലുണ്ട്. ഇയാളെ പിടികൂടിയിട്ടുണ്ട്, ഇയാളുടെ ഭാര്യയെ പിടികൂടിയിട്ടുണ്ട്, ഇയാളുടെ ഭാര്യയെ പിടികൂടിയിട്ടുണ്ട്, ബാപ്പയെ പിടികൂടിയിട്ടുണ്ട്, അളിയനെ പിടികൂടിയിട്ടുണ്ട്. 20 അംഗ സംഘമാണ് ഈ വിദ്യാർത്ഥി നേതാവായ ഷെറീഫ് ഒസ്മാൻ ഹാദിയെ കൊന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇയാള് ഈ ഷെറീഫ് ഒസ്മാൻ ഹാദിയെ കൊന്ന ഈ ഫൈസൽ കരീം ആരുടെയെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തതാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം ഈ കൊലപാതകം നടന്നിപ്പോൾ കലാപകലുഷിതമാണ് ബംഗ്ലാദേശ്. അങ്ങനെ കലാപകലുഷിതമാക്കിയതാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തിനു വേണ്ടി? ഫെബ്രുവരി 12-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ അധികാരത്തിൽ വരണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് അധികാരത്തിൽ വരാൻ കുറേയും കൂടി അവിടെ കൺസോളിഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ 4% വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയായിട്ട് സർവേകളിൽ. അപ്പൊ എങ്ങാനും BNP അങ്ങ് ജയിച്ചു പോയാലോ? അപ്പോൾ ഒരു ഭയം, ആകെ ഒന്ന് കലക്കിയിട്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ട് യൂനിസിനെയൊക്കെ കളഞ്ഞ് രംഗത്ത് വരിക എന്നുള്ളത് ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശം. അതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരവാദി ഇന്ത്യ ആണെന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ്. പാകിസ്ഥാന്റെ കൊലയാളി ആയിരിക്കാനാണ് സാധ്യത. കുറ്റം ഇന്ത്യയുടെ തലയെ കെട്ടിവെക്കുക എന്നുള്ളൊരു തന്ത്രം അതിന്റെ പിന്നിലില്ലേ? അത് കുറെ നാളായിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഖവാരിജികൾ എന്ന് പറയുന്നത്, ഈ ബലൂചിസ്ഥാനിലെ പോരാളികളെ. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിമതരാണ്, ഇന്ത്യ ഇറക്കുന്നതാണെന്ന് അവിടുന്ന് ISPR, അതായത് അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ PR വിഭാഗം നിരന്തരം ഇത് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാറുണ്ട്. അപ്പോ കൊലയാളി ഫൈസൽ കരീം ഇയാളാണ് മുഖം മൂടി ബൈക്കില് എത്തിയത്. ധാക്കയ്ക്ക് പുറത്ത് സവർ എന്ന് പറഞ്ഞ സ്ഥലത്തെ റിസോർട്ടിലാണ് കാമുകിയുമായിട്ട് ഇയാള് സല്ലപിക്കുമ്പോൾ ഇക്കാര്യം പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. സവർ എന്ന് പറഞ്ഞ സ്ഥലത്തെ റിസോർട്ടില് ഈ ഹാദിയെ വെടിവെക്കുന്നതിന് തലേ രാത്രി കാമുകിയോട് ഇയാൾ പറഞ്ഞു, ബംഗ്ലാദേശിനെ പിടിച്ചു കുലുക്കുന്ന ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഇയാൾക്ക് ബൈക്കിൽ 2 സഹായികളും ഉണ്ടായിരുന്നു. ഹദിയുടെ ഒരു ചെവി തുളച്ചിട്ട് മറ്റേ ചെവിയിൽ കൂടി വെടിയുണ്ട പുറത്തേക്ക് വന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാമുകിയുടെ പേര് മരിയ അക്തർ ലിമ എന്നാണ് കാമുകിയുടെ പേര്. അവരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ധാക്കയിലെ ജമുന TV ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാക്കയിലെ ജമുന TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാമുകിയെ
ഹാദിയുടെ വീഡിയോ ഇയാൾ കാട്ടിക്കൊടുത്തിരുന്നു എന്ന്, ഇയാളെയാണ് തീർക്കാൻ പോകുന്നതെന്ന് കാട്ടിക്കൊടുത്തിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ കാമുകി മറിയ ഇപ്പം അറസ്റ്റിലാണ്. ഇയാളുടെ ഭാര്യ സഹീദ പർവിൻ സാമിയ ഭാര്യ, അവരും അറസ്റ്റിലാണ്. അതുപോലെ ഒരു കൗൺസിലറാണ് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്തത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഒരു കൗൺസിലർ പ്ലാൻ ചെയ്ത് 20 അംഗ സംഘം നടപ്പാക്കിയതാണ് ഈ കൊലപാതകം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാളുടെ ഫൈസൽ കരീമിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വെടിയുണ്ട കണ്ടെടുത്തിട്ടുണ്ട്, തോക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്, വിദേശ തോക്കുകളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് നമ്പർ വ്യാജമായിരുന്നു എന്നും തെളിഞ്ഞിട്ടുണ്ട്. അത് ഇയാളുടെ ഫൈസൽ കരീമിൻ്റെ ബാപ്പയാണ് ഈ വ്യാജമായ ഒരു നമ്പർ പ്ലേറ്റ് ഇതിൽ ഘടിപ്പിച്ചത് എന്നും വ്യക്തമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ചെയ്ത കുറ്റാണ്. അയാളുടെ അളിയൻ വാഹിദ് അഹമ്മദ് ഷിപ്പു, അയാളും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ബൈക്ക് ഉടമ അബ്ദുൽ ഹസൻ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈസലിന്റെ സഹായി മുഹമ്മദ് കബീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരാരും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളുകളല്ല. അപ്പോൾ അസമിലേക്ക് കടന്നു എന്നൊക്കെയാണല്ലോ അവിടെ അന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉടനെ ഇത് ഇന്ത്യയുടെ തലയിലേക്ക് വെച്ചിട്ട് ഇന്ത്യയെ ഒരു ടെററിസ്റ്റ് രാഷ്ട്രമാക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ അത് വിലപ്പോവുകയില്ല. ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം വ്യാഴാഴ്ച രാത്രി ദിബു ചന്ദ്രദാസ് എന്ന ഹിന്ദുവിനെ അവിടെ കൊന്നിട്ടുണ്ട്. അത് മൈമേൻ സിംഗ് ജില്ലയിലെ ബയേക്കയിലാണ് കൊന്നിരിക്കുന്നത്. മതനിന്ദ ആരോപിച്ചിട്ടാണ് കൊന്നത്. അതായത് പ്രവാചകനെ ഈ ഹിന്ദു നിന്ദിച്ചു എന്നാരോപിച്ചാണ് കൊന്നത്. കൊന്ന ശേഷം ഈ ദാസിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് തീ വെച്ചു. അപ്പോൾ ഇത് BBC ബംഗ്ല റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാളൊരു തുണി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു ദിബു ചന്ദ്രദാസ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ, ഇന്ത്യക്കെതിരെ ഒക്കെ ഇത് തിരിഞ്ഞിരിക്കുന്നു. രാത്രി 9 മണിയോടുകൂടിയാണ് ഈ ചന്ദ്രദാസിനെ പിടികൂടി കൊന്നത് എന്നാണ്. പക്ഷെ അതിൽ കേസൊന്നും എടുത്തിട്ടില്ല. പോലീസ് പറയുന്നത് ഈ ദിബു ചന്ദ്രദാസിൻ്റെ ബന്ധുക്കളാരും പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ കേസെടുക്കാനാണ് എന്ന് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്ന പ്രക്ഷോഭകർ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം യൂനുസിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂനുസും അവരുടെ ടാർഗറ്റാണ്. പരാജയപ്പെട്ട ഇടക്കാല ഭരണകൂടമാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. ഈ പ്രക്ഷോഭകാരികൾ അവിടെ സെക്യുലറായ സകലതും നശിപ്പിക്കുന്നു എന്ന് മുഹമ്മദ് അറഫാത്ത്, മുൻ ഇൻഫർമേഷൻ മന്ത്രി, പറഞ്ഞിട്ടുണ്ട്. പ്രക്ഷോഭകാരികൾ സെക്യുലറായ എല്ലാം നശിപ്പിക്കുന്നു. സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള ചായ നോട്ട് അത് തകർത്തു, സാംസ്കാരിക കേന്ദ്രം തകർത്തു. മുൻ വിദ്യാഭ്യാസ മന്ത്രി മൊഹിബുലിൻ്റെ ബാപ്പയെ ആക്രമിച്ചു. പിന്നെ അവാമി ലീഗിൻ്റെ വിമർശകരെയും ഇവരെ ആക്രമിക്കുന്നുണ്ട്. CNN പറയുന്നത് ഇസ്ലാമിക ശക്തികളെ സഹായിക്കാൻ വേണ്ടി ആണ് ഈ കലാപവും കൊലപാതകവും നടന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാധ്യമം തന്നെ അത് പറയുന്നു. ഇസ്ലാമിക ശക്തികളെ സഹായിക്കാനാണ്. ധാരാളം പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രഥം മാലോ എന്ന് പറഞ്ഞ പത്രം ഓഫീസ് തീവച്ചു. പത്രം ഇന്നലെ ഇറങ്ങിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു പത്രപ്രവർത്തക തന്നെ ആ സമയത്ത് പോസ്റ്റ് ഇട്ടു, ഭയങ്കരമായിട്ട് പുക ഇതിൻ്റെ അകത്ത് ഉയരുകയാണ്, എനിക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ജൂലൈ പ്രക്ഷോഭത്തിന് അനുകൂലിച്ചവരെ ഈ പ്രക്ഷോഭകാരികൾ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റോഗ്രാം മുൻ മേയർ മൊഹിയുദ്ദീൻ ചൗധരിയുടെ വീട് പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു. മുൻ മന്ത്രി ബീർ ബഹാദൂറിൻ്റെ വീട് ആക്രമിച്ചു. ന്യൂ ഏജ് എഡിറ്റർ നൂറുൽ കബീറിനെ ആക്രമിച്ചു. ധാരാളം മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഗുൽന, ചാറ്റോഗ്രാം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വസതികൾ ആക്രമിച്ചിട്ടുണ്ട്. ഗാന്ധി സാംസ്കാരിക കേന്ദ്രം
തകർത്ത് കളഞ്ഞു. ധൻമണ്ഡി 32 മുജീബുർ റഹ്മാന്റെ നേരത്തെ കത്തിച്ച വീടാണ്, അത് പിന്നെയും കത്തിച്ചു ഇവര്. അപ്പോൾ CNN പറയുന്നത് ഭയം ഉണ്ടാക്കി, അസ്ഥിരതയുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ശ്രമമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇസ്ലാമിക ശക്തികൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണത്. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രമസമാധാനം അല്ലെങ്കിൽ തന്നെ മുഹമ്മദ് യൂനിസിനെ അവിടെ കൊണ്ടു നടക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ധാക്ക, ചാറ്റോഗ്രാം, ഗുൽന, രാജ്ഷാഹി നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ അക്രമങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ BNP ദുർബലമാണ്. അപ്പോൾ BNPയെ കുറച്ചുകൂടി ദുർബലപ്പെടുത്തുക എന്നുള്ളതും ഇവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ ബംഗ്ലാദേശ് വല്ലാത്തൊരു പ്രതിസന്ധിയിലും ദശാസന്ധിയിലും കൂടിയാണ് കടന്നു പോകുന്നത്. സാർ, ഈ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ കൂടി വന്നാൽ ഒരുപക്ഷെ പട്ടാളം ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൂടെ? പട്ടാളം ഭരണം ഏറ്റെടുക്കുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പക്ഷെ പട്ടാളത്തിന് ഇവിടെ നിന്നെങ്കിലും ഒരു പിന്തുണ വേണം. അക്കാര്യത്തിൽ സൈനിക സാമ്പത്തിക സഹായം വേണം. അതെ. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഈ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടില് ചൈന വല്ലാതെ ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നു എന്ന് ഇന്നലെ പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടില് ഇന്ത്യയുടെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതിന്റെ അധ്യക്ഷൻ തരൂരല്ലേ, ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബംഗ്ലാ പോർട്ടൊക്കെ ഇല്ലേ, മംഗൾ പോർട്ട്, അവിടെ 2000 കോടി രൂപയോളം നിക്ഷേപിക്കുന്നുണ്ട് ചൈന. അങ്ങനെ ചൈന പതുക്കെ ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നു എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പട്ടാളത്തിന് അവിടെ നിന്നെങ്കിലും ഒരു പിന്തുണ വേണം, ഒരു നല്ല അയൽരാജ്യത്തിന്റെ പിന്തുണ വേണം. നമുക്ക് നോക്കാം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.